ഞങ്ങൾ റൂം കിട്ടാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞു. ആ ടൈമിൽ നമുക്കൊരാളെ പരിചയപ്പെടാം. ചേട്ടാ പേര് പരുന്തുംപാറ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോട കാണില്ലേ, അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ വ്യൂ പോയിന്റ്. അതായത് ജീപ്പ് സവാരിയും കൂടെ ചെയ്യുന്നുണ്ട്. അതില്ലാതെ അവർക്ക് ഗവിയിലോട്ട് എൻട്രി കൊടുക്കുന്നുണ്ട്, അതും ചെയ്ത് കൊടുക്കും. അവിടെ കാണണമെന്ന് അറിയില്ല, ആ കാണാനാണ് പരുന്തുംപാറ വ്യൂ പോയിന്റ്. അടുത്ത് നിങ്ങൾക്ക് ഒരിക്കലും വേറൊരു പ്രോപ്പർട്ടി കിട്ടൂല, അത് എന്തായാലും നമുക്ക് 100% ഉറപ്പ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പരുന്തുംപാറയാണുള്ളത്. അവിടെ എന്താ പറയുക, ഇന്നലെ രാത്രി നമ്മൾ അൺപ്ലാൻഡ് ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആ ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ വളരെ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് കുറവായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ റൂം കിട്ടാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞു. ആ ടൈമിലാണ് നമ്മുടെ ഫ്രണ്ട് നമുക്ക് ഇവിടെ ഉള്ളൊരു റൂം പരിചയപ്പെടുത്തി തന്നത്. ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്താ പറയുക, കൊടുക്കുന്ന പൈസയ്ക്ക് അത്രയും മുതലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂംസൊക്കെ നല്ല സ്റ്റാൻഡേർഡാണ്. പിന്നെ പരുന്തുംപാറ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോട കാണില്ലേ, അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ വ്യൂ പോയിൻ്റ് വരുന്നത്. റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാൽക്കണി ഞാൻ കാണിച്ചു തരാം. ബാൽക്കണി നമ്മൾ നിന്ന് നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, പരുന്തുംപാറ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരാളെ പരിചയപ്പെടാം. ചേട്ടാ പേര് പറഞ്ഞു. സ്റ്റാൻലി. ഞാൻ പരുന്തുംപാറയാണ് താമസിക്കുന്നത്. നമ്മൾ റൂംസ് പിന്നെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് ഓൾറെഡി. നമ്മൾ വരുന്ന ഗസ്റ്റിന് നമുക്ക് ന്യായമായിട്ടുള്ള താരിഫിൽ നമ്മൾ നല്ല റൂംസ്, അവരുടെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കൊടുക്കാറുണ്ട്. എത്ര വർഷം ഏകദേശം ഇത് നമ്മൾ ഈ ഫീൽഡ് തുടങ്ങിയിട്ട്, നമ്മൾ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയിട്ട് ഇതൊരു 8 വർഷത്തിന് മുകളിലായി. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയിട്ട് നമുക്ക് വരുന്ന ഗസ്റ്റിനുള്ള ഫുഡും കാര്യങ്ങളും പിന്നെ അവർക്ക് എന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ചുള്ള എല്ലാ ഡീലിങ്ങുകളും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഈ പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലം ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഓഫ് റോഡും ചെയ്യുന്നുണ്ട്, അതായത് ജീപ്പ് സവാരിയും കൂടെ ചെയ്യുന്നുണ്ട്. അതില്ലാതെ അവർക്ക് ഗവിയിലോട്ട് എൻട്രി കൊടുക്കുന്നുണ്ട്, അതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. വരുന്ന ഗസ്റ്റിനുള്ള എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഒന്നും കിട്ടാണ്ട് വന്നിട്ടൊരവസ്ഥയായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തൃപ്തിയായി. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ളതിനേക്കാളും ക്വാളിറ്റിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫുഡ്, അത് നമുക്ക് എന്താ പറയുക, നല്ല ഫുഡ് കിട്ടും. അത് ഇവർ തന്നെയാണ് നമുക്ക് കൊണ്ടു തന്നത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എടുത്ത് പറയുന്നത് ഇപ്പോൾ കാലത്ത് ചായക്കോട്ടെ എല്ലാം നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ്. അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. ചേട്ടൻ തന്നെയാണ് ചെയ്യണത് എല്ലാവരും. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വരുന്ന ഗസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണോ അതനുസരിച്ചുള്ള നീക്കങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അതായത് നമുക്ക് എത്ര ബഡ്ജറ്റ് കുറവാണെങ്കിലും നമുക്ക് റൂംസൊക്കെ അറേഞ്ച് ചെയ്യാമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇപ്പോൾ കോടയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് താഴെ പോയാൽ കുളിക്കാം. ഇപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ കുളിക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ കണ്ടോ, അതാണ് നമ്മുടെ പരുന്തുംപാറ വ്യൂ പോയിന്റ് വരുന്നത്. തൊട്ടടുത്താണ്. ഇതിലേ തന്നെ നമുക്ക് ഇറങ്ങി നടക്കാം. നമുക്ക് റൂംസ് ഒന്ന് ചേട്ടൻ പരിചയപ്പെടുത്തിയതായി. റൂംസും കാര്യങ്ങളൊക്കെ ചേട്ടൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരും. ഇതാണ് റൂംസ്. അത് അത്യാവശ്യം ഫാമിലിക്കുള്ള റൂംസാണ്. അറ്റാച്ച്ഡ് ആണില്ല. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ആകെ കുത്തി മറിച്ചിട്ടേക്ക് കേട്ടോ. ഇങ്ങനെ നല്ല ശരിക്കും. ഇതാണ് റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കേട്ടോ. വാട്ടർ ഹീറ്റർ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ. ടി വി ഉണ്ട്. നല്ല റൂംസാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു റൂം കൂടി ഉണ്ട്. നമ്മൾ 2 റൂം എടുത്തു. 3 റൂം. ഇത് അടുത്ത റൂമും നല്ല വൃത്തിയുള്ള റൂംസാണ് കേട്ടോ. അതിൽ വേറെ ഒന്നും പറയാനില്ല. അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് എവിടെയും പറഞ്ഞത്. അടിപൊളി ക്ലൈമറ്റുമാണ്. ചുറ്റും തേയിലത്തോട്ടമാണ്. കണ്ടോ, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഈ പരുന്തുംപാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടയില്ലേ, ഈ കോടയുടെ ഇതിൻ്റെ അപ്പുറത്തൊരു ശരിക്കും പറഞ്ഞൊരു മലയാണ്. ഈ കോട പോയി കഴിഞ്ഞാലേ കാണുള്ളൂ. ഈ മലയുടെ അപ്പുറത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരുന്തുംപാറ വ്യൂ പോയിന്റ് വരുന്നത്. ക്ലൈമറ്റ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എന്താ പറയുക, ബഡ്ജറ്റ് ഒട്ടും ഇല്ലെങ്കിലും ധൈര്യമായിട്ട് പോരെ. ഒട്ടും ബഡ്ജറ്റില്ല. നമ്മൾ വെറും നിസാര പൈസയ്ക്കാണ് റൂം എടുത്തത്. ഭയങ്കര ലാഭമായിട്ട് തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇത്രയും ബഡ്ജറ്റ് കുറവിൽ നമുക്ക് റൂം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് അത്രയും വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എത്തിപ്പെടണില്ല. ഒന്നാമത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കമ്മീഷൻ കാര്യങ്ങളൊക്കെ പെട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളെപ്പോഴും റൂമുകൾ എടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ 1000 രൂപയുടെ റൂം എടുക്കുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൽ 500-600 കമ്മീഷൻ പോകുന്നുണ്ടാവും. 1500-1600 രൂപയ്ക്ക് റൂമിന് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരാട്ടോ, നല്ല സർവീസാണ്. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ഫ്രണ്ടിൽ ഹോട്ടലുണ്ട്. ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നമ്മുടെ റൂമിലേക്ക് തന്നെ സെർവ് ചെയ്യുകയും ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ മഴയായിട്ടോ, നേരത്തെ വന്നപ്പോൾ മഞ്ഞായിരുന്നു. ചേട്ടാ ഇവിടെ എന്താ സ്പെഷ്യാലിറ്റി ഈ സ്ഥലങ്ങളിലെ? ഏലത്തോട്ടം, ഏലാണ് വെച്ചേക്കുന്നത്. ദേ അവിടെ കാണണമെന്ന് അറിയില്ല, ആ കാണാനാണ് പരുന്തുംപാറ വ്യൂ പോയിന്റ്. അപ്പോൾ ഇത്ര അടുത്ത് നിങ്ങൾക്ക് ഒരിക്കലും വേറൊരു പ്രോപ്പർട്ടി കിട്ടില്ല. അത് എന്തായാലും നമുക്ക് 100% ഉറപ്പ് പറയാം. അതുപോലെ തന്നെ ഫുഡും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ എല്ലാം പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങൾ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ നമ്പറിലേക്ക് വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, വരിക, ഫെസിലിറ്റീസൊക്കെ എൻജോയ് ചെയ്യുക. അത് ഈ റിസോർട്ടിനോട് വിട പറയുകയാണ് കേട്ടോ. ഇനിയപ്പോൾ എന്താ പറയുക, നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരുന്തുംപാറ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ചുള്ളൂ, ആകെ 60 മീറ്ററേ ഉള്ളൂ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരിലേക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേര് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അടിക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.